Hello everyone. കഴിഞ്ഞ ദിവസം നമ്മൾ 2x2 മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ഐഗൻ വെക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ 2 പ്രോബ്ലംസ് ചെയ്തിരുന്നു. 2 ഹോംവർക്സും തന്നിരുന്നു. പ്രോബ്ലം ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് in this video we are going to see how to find the eigen values and eigen vectors of a 3x3 matrix. Okay, so we will do 3 different problems in this section, and after that we will see certain homeworks. All right. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് 2 1 1 1 3 2 -1 1 2. ഇതിൻ്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദി characteristic equation is, as we know, it's determinant of a minus lambda I is equal to 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോമിൽ ചെയ്യാതെ തന്നെ നമുക്ക് ഇതൊരു 3x3 മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ള നമുക്കൊരു ഫോമുലയുണ്ട്. ഓർ ആ ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക. and that formula is lambda cube minus trace of the matrix times lambda square plus m11 plus m22 plus m33 times lambda minus determinant of a is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് ഈ ഇക്വേഷനകത്തുള്ള ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ദ ഫസ്റ്റ് വൺ ബീയിങ് ട്രേസ് ഓഫ് എ. ഇപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് വെച്ചാൽ സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ആണ്. സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ്. അപ്പോൾ 2 + 3 + 2 എന്ന് പറയാം. 2 + 3 + 2 7 എന്ന് കിട്ടും. And then we are supposed to find m11, m22 and m33. m11 എന്ന് പറയുന്നത് it is the determinant obtained after removing the first row and first column. Okay, ആദ്യത്തെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് ഉണ്ടാവും. 3 2 1 2 ഇതാണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ m11 എന്ന് വിളിക്കുക. Okay, so that is determinant 3 2 1 2. That is going to be 6 minus 2 is equal to 4. So that is m11. And now m22. m22 is the determinant obtained after removing the second row and second column. Second row and second column delete ചെയ്യാം, and you will get the determinant as 2 1 minus 1 and 2. Okay, so 2 1 minus 1 2. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 4 + 1 is equal to 5 എന്ന് കിട്ടും. And what is m33? m33 is the determinant obtained after removing the third row and third column. അപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനന്റ് ആയിട്ട് 2 1 1 3 എന്ന് കിട്ടും. So determinant of 2 1 1 3, and that is going to be 6 minus 1, and that's equal to 5. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയാം. I mean m11 m22 and m33 നമുക്ക് കിട്ടി. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ഞാൻ ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ is equal to, ഞാനത് കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ വെച്ചിട്ട് കണ്ടുപിടിക്കാം. So 2 times then 3 into 2 minus 1 into 2 minus 1 times negative 1 times, then ഈ റോയും കോളം കളയാം. 1 into 2 minus 1 into 2, അപ്പോൾ അത് +2 എന്ന് കിട്ടും. And plus 1 times ഈ 1 എടുക്കുക, plus 1 times ഈ റോയും കോളം കളയാം, ഈ ഡിറ്റർമിനന്റ് എടുക്കുക. അപ്പോൾ 1 into 1 1 minus 1 times 3 +3 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 times 2 6 minus 2 4 into 2 8 എന്ന് കിട്ടും. 8 minus 2 plus 2 is 4 plus, and here we have 3 plus 1 is again 4, അതും 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 8 എന്നാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിപ്പോൾ കിട്ടി. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 8 ആണ്.
അതുപോലെ ട്രേസ് ഓഫ് എ 7 ആണ്, M11 4 ആണ്, M22 5 ആണ്, M33 5 ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യണം. Okay, so the characteristic equation is lambda cube minus trace of a എന്ന് പറയുന്നത് 7 ആണ്, 7 lambda square plus then M11 plus M22 plus M33, M11 4 5 and 5. So this is 4 plus 5 plus 5 times lambda plus, and now determinant of a is 8, so minus 8. So minus 8 c equal to 0. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ ക്യൂബ് മൈനസ് 7 ലാംഡ സ്ക്വയർ പ്ലസ് 14 ലാംഡ മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഈ ലാംഡയുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓൾജിബ്രായിക്കലി ഇതിനൊരു പ്രൊസീജിയറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് ഞാനിത് സോൾവ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്ന് പറയാം. And this is the calculator. Okay, we have a scientific calculator. Okay, and press on this mode il press cheya. Okay, okay, mode ഈ മോഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം. 1 2 3 4 5 മൊത്തം 8 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുക. EQN ആൻഡ് 5 എന്ന് പറയുന്നതാണ് EQN. സോ പ്രസ് 5. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇക്വേഷൻസ് കാണാം. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാണ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ഗോസ് എലിമിനേഷൻ മെത്തേഡൊക്കെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഇക്വേഷൻസ് ആണ് 1 and 2. ആൻഡ് 3 എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയിരുന്നത്. ഇവിടെ 3 പ്രസ് ചെയ്താൽ അത് നമുക്ക് സോൾവ് ചെയ്യാം. ഫോർത്ത് വൺ നമുക്ക് ഇവിടെ ഉള്ളത് ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഫോർത്ത് വൺ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. AX³ + BX² + CX + D = 0. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 ആയിട്ടായിരിക്കണം നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവുന്നത്. x³ കോഎഫിഷ്യൻ്റ് ആണ് A, x² കോഎഫിഷ്യൻ്റ് B, x കോഎഫിഷ്യൻ്റ് D, കോൺസ്റ്റന്റ് ടേം ആണ് D എന്ന് പറയാം. അപ്പോൾ 4 ആണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. 4. അപ്പോൾ ABCD ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു അടിക്കുക. ദെൻ B എന്ന് പറയുന്നത് -7 ആണ്. C എന്ന് പറയുന്നത് +14 ആണ്, 14. ആൻഡ് D എന്ന് പറയുന്നത് -8 ആണ്, -8 ഈക്വൽ ടു. അപ്പോൾ നമ്മൾ വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്തു. ആൻഡ് അഗെയിൻ പ്രസ് ഈക്വൽ ടു, ആൻഡ് വി വിൽ ഗെറ്റ് x1 ഈക്വൽ ടു 4. അതാണ് നമ്മുടെ x1ൻ്റെ വാല്യൂ. സോ x1 അല്ല, ഇവിടെ λ1 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് എ ഫസ്റ്റ് വാല്യൂ. അഗെയിൻ പ്രസ് ഈക്വൽ ടു സൈൻ, ആൻഡ് x2 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഐഗൺ വെക്റ്റർ 2. ആൻഡ് അഗെയിൻ പ്രസ് ഈക്വൽ ടു, അപ്പോൾ x3 ഇസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് 3 എണ്ണമാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ഓക്കെ, സോ ദി ഐഗൺ വാല്യൂസ് ആർ ലാംഡ ഇസ് ഈക്വൽ ടു 1 2 and 4. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐഗൺ വെക്ടേഴ്സ് ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, സോ വെൻ
ലാംഡ is equal to 1. നമ്മൾ കണ്ടുപിടിക്കേണ്ട മെട്രിക്സ് ഇതാണ്. എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്ന മെട്രിക്സ് ഏതാണോ അതിൻ്റെ ഡയഗണലിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2 minus 1, then 1 1, then 1 3 minus 1 2, then minus 1 1 2 minus 1, and this is equal to 1 1 1 1 2 2 minus 1 1 1. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതാണ് എ മൈനസ് ലാംഡ ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് 3 റോസ് കിട്ടിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ വേറെ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ചെയ്യണ്ട. ഈ 3 റോസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഏതെങ്കിലും 2 റോ എടുക്കാം. ഏതെങ്കിലും 2 റോ നമുക്ക് എടുക്കാം. സാധാരണ ഇതിൽ നമ്മൾ എടുക്കാറുള്ള അവസാനത്തെ 2 റോ ആണ്. നമ്മളതിന് പേര് വിളിച്ചാൽ ഇപ്പോൾ ദിസ് ഈസ് ഫസ്റ്റ് റോ R1 and this is R2 and this is R3. So we considered the last 2 rows R2 and R3. 1 2 2 minus 1 1 1. Okay, 1 2 2 minus 1 1 1 എന്ന് പറയുന്ന ഈ അവസാനത്തെ 2 റോസ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ആൻഡ് നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് എക്സ് യൂഷ്വലി വി റെപ്രസെന്റ് ആസ് എക്സ് വൈ ഇസഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് വൈ ഇസഡുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതാണ്, എക്സ് ഡിവൈഡഡ് ബൈ നമ്മളിവിടെ ഒരു ക്വാണ്ടിറ്റി എഴുതണം, which is equal to minus y divided by നമ്മളിവിടെ ഒരു ക്വാണ്ടിറ്റി എഴുതണം, is equal to z divided by ഇവിടെ ഒരു ക്വാണ്ടിറ്റി എഴുതണം. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ 3 വാല്യൂസ് നമ്മൾ എഴുതണം. അപ്പോൾ എക്സിൻ്റെ എഴുതാൻ വേണ്ടിയിട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന 2 റോസ് ഉണ്ടല്ലോ, ഈ 2 റോസിൽ ഫസ്റ്റ് റോ ഒഴിവാക്കുക. ഫസ്റ്റ് റോ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് റോ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ 2 2 1 1 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ വൈയുടെ ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഒഴിവാക്കുക. സെക്കൻഡ് റോ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 4 എലമെന്റ്സ് കൊണ്ടുള്ള ഡിറ്റർമിനന്റ് എഴുതുക. 1 2 -1 1 എന്ന് എഴുതുക. ആൻഡ് ഇസഡിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇസഡ് കളയുക, ബാക്കി വരുന്ന ഈ ഡിറ്റർമിനന്റ് എഴുതുക. 1 2 -1 2. ഓക്കെ, സോ ഡിറ്റർമിനന്റ് 1 2 -1 1 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ് ബൈ ഇത് ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 2 - 2 0 എന്ന് കിട്ടും. ഇത് മൈനസ് വൈ ബൈ 1 -2 1 + 2 എന്ന് കിട്ടും. ആൻഡ് ഇസഡ് ബൈ 1 -2 1 + 2 എന്ന് കിട്ടുക, 1 + 2 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ബൈ 0 is equal to y ബൈ ഈ നെഗറ്റീവ് നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കാം, -3 is equal to z by 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് 3നെ അപ്പോൾ നമുക്കൊരു വാല്യൂസ് കിട്ടി, 0 -3 3. ഈ 3 വാല്യൂസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ടേം ആണ് 3 എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെ 3 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ബൈ 0 is equal to y by -1 is equal to z by 1 എന്ന് എഴുതാം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഐഗൺ വെക്ടർ, ഓക്കെ, ഐഗൺ വെക്ടർ corresponds to eigen vectors corresponds to lambda equal to നമ്മൾ ഫസ്റ്റ് ലാംഡ എടുത്തത് 1 ആണ്, ലാംഡ is equal to 1 is എന്ന് പറയുന്നത് ഈ പറയുന്ന 0 -1 1 എന്ന് പറയുന്ന വെക്ടറിന്റെ എല്ലാ ലീനിയർ മൾട്ടിപ്പിൾസും ആയിട്ട് വരും. സോ a times 0 -1 1 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഐഗൺ വെക്ടർ ബേസിസ്, അപ്പോൾ ഇത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ടാവും. ഐഗൺ വെക്ടർ ഇപ്പോൾ ഒരെണ്ണമല്ല, ഇൻഫിനിറ്റ്ലി മെനി വെക്ടേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏത് മാത്രം മതി, 0 -1 1 എന്ന് മാത്രം മതി. അതിന് നമ്മൾ ഐഗൺ വെക്ടർ ബേസിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ക്യാപിറ്റൽ x1 കൊണ്ട് വിളിക്കാം. സോ ഹിയർ x1 is equal to 0 -1 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്നത്, ഐഗൺ വെക്ടർ ബേസിസ്. ഓൾറൈറ്റ്, സോ x1 is equal to 0 -1 1 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ is equal to 2 ആണ്. അപ്പോൾ 2 വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സോ when lambda is equal to 2,
തീർച്ചയായിട്ടും എ മൈനസ് ലാംഡ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ മൈനസ് 2i ആണ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് 2i. സോറി, ഡിറ്റർമിനന്റ് വേണ്ട, ജസ്റ്റ് എ മൈനസ് 2i എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് എ മൈനസ് 2i. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഉണ്ട്, അതിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2 മൈനസ് 2 1 1 1 3 മൈനസ് 2 2 then minus 1 1 2 minus 2. Simplify ചെയ്യുമ്പോൾ 0 1 1 1 1 2 minus 1 1 0 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ സി ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ സി ഈക്വൽ ടു ഇസഡ് ഡിവൈഡ് ബൈ 3 വാല്യൂസ് എഴുതണം. അത് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും 2 റോസ് എടുക്കാം. സാധാരണ ഗതിയിൽ നമ്മൾ R2 R3 ആണ് എടുക്കാറുള്ളത്. 1 1 2 minus 1 1 0. So x divided by ഈ ഫസ്റ്റ് റോ ഒഴിവാക്കിയിട്ട് ബാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് അല്ലേ, ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് 1 2 1 0, ഡിറ്റർമിനന്റ് 1 2 1 0 ആൻഡ് വൈയുടെ ഡിനോമിനേറ്ററിൽ വരിക സെക്കൻഡ് റോ കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ്. സോ ഡിറ്റർമിനന്റ് 1 2 minus 1 0 ആൻഡ് z ഡിവൈഡഡ് ബൈ ലാസ്റ്റ് കോളം കളയുക, ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് എഴുതുക. So 1 1 minus 1 1. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ബൈ മൈനസ് 2 എന്ന് കിട്ടും, സി ഈക്വൽ ടു മൈനസ് വൈ ബൈ 2 എന്ന് കിട്ടും, സി ഈക്വൽ ടു ഇസഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, നെഗറ്റീവ് ഇത് നമുക്ക് ഡിനോമിനേറ്ററിനെ എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നെഗറ്റീവ്സ് കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിനെല്ലാം ഒരു നെഗറ്റീവ് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എക്സ് ബൈ ഇത് 1 ആവും. ഇത് ആക്ച്വലി ഈ നെഗറ്റീവ് എപ്പോഴും ഡിനോമിനേറ്ററിൽ വരും. ഇവിടെ നെഗറ്റീവ് 2 ആണ്. സോ y ബൈ 1 സി ഈക്വൽ ടു z ബൈ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ട്സ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സം ലീനിയർ മൾട്ടിപ്പിൾസ് ഓഫ് 1 1 മൈനസ് 1 ആണ്. ഓക്കെ, ഇതാണ് ഐഗൺ വെക്ടേഴ്സ്. അപ്പോൾ ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്നത് നമുക്ക് x2 എന്ന് വിളിക്കാം. ഐഗൺ വെക്ടർ ബേസിസ് ഇത് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഏത് വെക്ടറാണ്? 1 1 മൈനസ് 1 ആണ്, ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്നത് x2 ആണ്. 1 1 മൈനസ് 1 ആണ് ഐഗൺ വെക്ടർ ബേസിസ് കറസ്പോണ്ട്സ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് 2 എണ്ണമാണ് ചെയ്തത് അല്ലേ. ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് 3 ഐഗൺ വാല്യൂസ് ആണുള്ളത്, 1 to 4 ആണ്. അപ്പോൾ 1ന്റെ 2ന്റെയും ചെയ്യും, അടുത്ത് നമുക്ക് 4ന്റെ ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 4 എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് മെട്രിക്സിൽ നിന്നും 4 ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2 മൈനസ് 4 1 1 1 3 മൈനസ് 4 2 minus 1 1 2 minus 4, and that matrix is minus 2 1 1 1 minus 1 2 minus 1 1 minus 2, and this is what the matrix is, A minus lambda I അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, അവസാനത്തെ 2 റോസ് എടുക്കാം, ഈ 2 റോ എടുക്കാം. അപ്പോൾ ഇവിടെ 2 റോ എടുത്തപ്പോൾ നമുക്ക് 1 മൈനസ് 1 2ഉം അതുപോലെ മൈനസ് 1 1 മൈനസ് 2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് ബൈ ഈക്വൽ ടു മൈനസ് വൈ ബൈ സി ഈക്വൽ ടു ഇസഡ് ബൈ ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ എക്സ് ബൈ നമ്മൾ എഴുതുമ്പോൾ ഇത് കളയാം അല്ലേ, ഇത് കളയാം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റർമിനന്റ് മൾട്ടിപ്ലൈ ആയിട്ട് തന്നെ എഴുതാം. ഈ ഡിറ്റർമിനന്റ് ആണ് എഴുതേണ്ടത്. മൈനസ് 1 ടൈംസ് മൈനസ് 2 2 2 മൈനസ് 2 0 എന്ന് കിട്ടും. ഇവിടെ 0 എന്ന് കിട്ടും. അതുപോലെ ഇത് കളഞ്ഞിട്ട് 1 ടൈംസ് മൈനസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 എന്ന് കിട്ടും, അതും 0 കിട്ടും. ഇസഡ് ബൈ ഇത് പോകും, ലാസ്റ്റ് എടുക്കുമ്പോൾ ഇസഡ് കളഞ്ഞിട്ട് 1 മൈനസ് 1 അതും നമുക്ക് 0 എന്നാണ് കിട്ടുക. അപ്പോൾ എല്ലാം 0 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം 0 ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു ഐഗൺ വെക്ടറായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് എല്ലാം 0 കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത 2 റോ, നമ്മളിപ്പോൾ സെക്കൻഡും തേർഡും റോ എടുത്തേ. അപ്പോൾ സെക്കൻഡും തേർഡും റോ എടുത്തപ്പോൾ അത് 2 റോയും ആക്ച്വലി സെയിം റോ തന്നെയാണ്. കാരണം ലാസ്റ്റത്തെ റോയും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ സെയിം റോ ആയതുകൊണ്ടാണ് എല്ലാം 0 ആയിപ്പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ഈ പ്രൊസീജിയർ പറ്റില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം 0 കിട്ടുമല്ലോ.
അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് R2ഉം R3ഉം ആണ് അല്ലേ. നമ്മളിവിടെ R2 R3 എടുത്തപ്പോഴാണ് നമുക്ക് ഈ കോമ്പിനേഷൻ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ 2 റോ എടുത്തുകൊണ്ടാണ് ഇതെല്ലാം 0 കിട്ടിയത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എടുക്കുക. ഞാനിപ്പോൾ R1ഉം R2 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് നൗ ചൂസ് R1 ആൻഡ് R2. അപ്പോൾ R1 എന്ന് പറയുന്നത് -2 1 1 1 -1 2 ഈ കോമ്പിനേഷൻ എടുക്കുക. ആൻഡ് അഗെയിൻ യു ട്രൈ ഇറ്റ് x by -y by z by അല്ലേ. അപ്പോൾ x by 2 minus -1 3. അപ്പോൾ എന്തായാലും ഒരെണ്ണമെങ്കിലും 0 കിട്ടായിരുന്നു. അപ്പോൾ എല്ലാം 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നമുള്ളൂ. സോ x by 3 is equal to -y by സെക്കൻഡ് ഇത് പോയിട്ട് -2 times 2 നമുക്ക് -4 -1 -5 എന്ന് കിട്ടും. ആൻഡ് z by ലാസ്റ്റത്തെ കോളം കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2 -1 2 -1 is just 1 എന്ന് കിട്ടും. ശരിയാണല്ലോ. 2 plus 1 3. ഇത് കളയുമ്പോൾ -2 -2 -4 -1 -5 z by 2 -1 1 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ x by 3 is equal to y by 5 is equal to z by 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ട്സ് ടു lambda is equal to 4 എന്ന് പറയുന്നത് ലീനിയർ മൾട്ടിപ്പിൾസ് ഓഫ് 3 5 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ട്സ് ടു lambda equal to 4. അതിനകത്തുള്ള ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്നത് നമുക്ക് x3 എന്ന് വിളിക്കാം. എന്ന് പറയുന്നത് ഏത് കിട്ടും? 3 5 1 എന്ന് കിട്ടും. ഇതാണ് ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടിയ ആൻസർ എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ, ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ്. നമുക്ക് ഐഗൺ വാല്യൂസ് ലാംഡ കിട്ടി. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ ബേസിസും നമുക്ക് കിട്ടും അല്ലേ. ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 1 2 4 ആയിരുന്നു. ഓക്കെ, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്നത് സീറോ x1 എന്തായിരുന്നു? x1 എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചത് ഇതാണ്. 0 -1 1 ആയിരുന്നു. 0 -1 1 and we called that as x1. 0 -1 1 and second one രണ്ടാമത്തേത് lambda is equal to 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ബേസിസ് 1 1 -1 ആണ്. ഓക്കെ, അതിനെ നമ്മൾ x2 എന്ന് വിളിക്കാം. x2 is equal to 1 1 -1, right? 1 1 -1. Okay, and third one 3 5 1 ആണ്. x3 എന്ന് പറയുന്നത് 3 5 1. ഇതാണ് പ്രോബ്ലം. So these are the eigen values and eigen vector basis corresponds to each eigen value എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. എന്ന് പറയുന്ന ഒരു 3x3 മാട്രിക്സ് 2 1 1 1 2 1 0 0 1. ഇതിൻ്റെയും ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചില കേസിലൊക്കെ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ അല്ലെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ല, ഡയഗണൽ മെട്രിക്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ എഴുതുന്ന പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ കണ്ട പോലെ തന്നെ ഇറ്റ് ഈസ് ലാംഡ ക്യൂബ് ടൈംസ് ട്രേസ് ഓഫ് എ ടൈംസ് ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ടൈംസ് ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് a is equal to 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 2 പ്ലസ് 1 ആണ്, 5 എന്ന് കിട്ടും. m11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി ഡിറ്റർമിനന്റ് 2 1 0 1 അത് 2 ആണ്.
Then M22 is the determinant after removing the second row and second column. So again you will get 2 1 0 1 2 1 0 1, that's again 2, and M33 you are in the determinant after removing third row and third column. So 2 1 1 2, 2 1 1 2, so 2 times 2 minus 1, so 4 minus 1 is 3. Okay, and determinant of a നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. Determinant of a is equal to 2 times determinant of 2 1 0 1, and that is 2 minus 1 times first row first column remove here, so 1 times 1, it's just 1 plus 1 times plus 1 times ഈ റോയും ഈ കോളം മാറ്റി നിർത്തിയിട്ട് 0 minus 0 0 എന്ന്. ഓക്കെ, ഡിറ്റർമിനന്റ് വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ 4 minus 1 3 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് 3 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം ആയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. So characteristic equation is lambda cube minus trace of a. Trace of a എന്ന് പറയുന്നത് 5 ആണ്. So 5 lambda square plus m11 2 plus 2 plus 3 2 plus 2 plus 3 times lambda minus determinant of a. Determinant of a എന്ന് പറയുന്നത് 3 ആണ്. So that is 3 is equal to 0. Simplify lambda cube minus 5 lambda square plus 3 plus 2 plus 2, 7 lambda minus 3 is equal to 0 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമുക്കിനി സോൾവ് ചെയ്യേണ്ടത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റർ. ഓക്കെ, സോ ഈ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 3 ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ മോഡിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് 5ലാണ്. 5 പ്രസ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ഓഫ് ഇക്വേഷൻ 4 ആണ്, ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോൾ 4 പ്രസ് ചെയ്യുക. ഇത് കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ ലാംഡ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു ലാംഡ സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് -5 ആണ്, ഈക്വൽ ടു ലാംഡയുടെ കോഎഫിഷ്യന്റ് 7 ആണ്, ഈക്വൽ ടു കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് -3 ആണ്, ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഈക്വൽ ടു പ്രസ് ചെയ്യാം. ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x1 is equal to 3 എന്നാണ് കിട്ടുക. x1 is equal to 3. x1 എന്ന് ഞാനിപ്പോൾ ലാംഡ 1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലാംഡ എന്ന് തന്നെ വിളിക്കാം. ജനറലി 3 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ കിട്ടി. വീണ്ടും ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൊല്യൂഷൻ കിട്ടും. ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സൊല്യൂഷൻ 1 എന്ന് പറയുന്ന സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതിന് 3 സൊല്യൂഷൻസ് ആണ് വേണ്ടത്. 3 സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും ഈക്വൽ ടു പ്രസ് ചെയ്യാം. ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ ഇവിടെ തന്നുള്ളൂ. മൂന്നാമതൊരു സൊല്യൂഷൻ നമുക്ക് ഇത് തന്നില്ല. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ 3 എണ്ണം നമുക്ക് തന്നിരുന്നു, 3 ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് തന്നിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹിയർ വി ഗോട്ട് ഓൺലി 2 വാല്യൂസ്. 1 is 3 and other one is 1. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വാല്യൂ റിപ്പീറ്റഡ് ആണ്. ഓക്കെ, 2 എണ്ണമേ നമുക്ക് കാൽക്കുലേറ്ററിൽ കിട്ടുന്നുള്ളൂ, ഒരെണ്ണം റിപ്പീറ്റഡ് ആണ്. അത് ചിലപ്പോൾ 3 ആവാം, ചിലപ്പോൾ 1 ആവാം. ഏതാണ് റിപ്പീറ്റേഷൻ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 3 വാല്യൂസ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ മൂന്നാമത് വരുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. അതിനെ നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഉണ്ട്. അതായത് ഈ സം ഓഫ് ദി ഐഗൺ വാല്യൂസ്, സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ഈ റിസൾട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ആണ്. അപ്പോൾ നമുക്കിവിടെ 2 ഐഗൺ വാല്യൂസ് അറിയാൻ പാടുള്ളൂ, 3 ഉം 1. മൂന്നാമത്തെ ഐഗൺ വാല്യൂസ് അറിയില്ല, പിന്നെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1 + 3 + x is equal to ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് 5 ആണ്. ഈ സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ് അത് 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിത് 5 എന്ന് കിട്ടും. 5. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എക്സിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഇംപ്ലൈസ് x is equal to 3 + 1 4 ആണ്, 5 - 4 is equal to 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? 1 എന്ന് പറയുന്ന വാല്യൂ ആണ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. 1 1 3
എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഐഗൺ വാല്യൂസ്. ദീസ് ആർ ദി ഐഗൺ വാല്യൂസ്. അപ്പോൾ അവിടെ 1 എന്ന് പറയുന്ന ഒരു റിപ്പീറ്റഡ് ഐഗൺ വാല്യൂ ആണ്, 3 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പക്ഷേ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 1 റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ. സോ when lambda is equal to 3, when lambda is equal to 3, and this is the matrix that we consider, a minus lambda I equal to a minus 3i ആയിട്ട് മാറും. a minus 3i എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ 2 minus 3 1 1, and this is 1, then again 2 minus 3, and this is 1, and 0 0 1 minus 3 എന്ന് കിട്ടും. അപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് -1 1 1 1 -1 1 0 0 -2 ഇങ്ങനെയാണ് നമുക്ക് 3 റോസ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഏതെങ്കിലും 2 നോൺ സീറോ റോസ് അല്ലെങ്കിൽ 2 റോസ് ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും 2 റോസ് എടുക്കാം. ഇത് സാധാരണ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് R2 R3 ആണ്. ഇവിടെ ഞാൻ R2 R3 എന്ന് പറയുന്ന 2 റോ എടുത്തു, R2 R3. ഓക്കെ, R2 എന്ന് പറയുന്നത് 1 -1 1 ആണ്, R3 എന്ന് പറയുന്നത് 0 0 -2 ആണ്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്ടർ കണ്ടുപിടിക്കുക. സോ എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു വാല്യൂ എഴുതണം, -y ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു വാല്യൂ എഴുതണം, z ഡിവൈഡഡ് ബൈ ഒരു വാല്യൂ എഴുതണം. ഓക്കെ, അപ്പോൾ എക്സിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ ഫസ്റ്റ് ഈ R2 R3 എന്ന് പറയുന്ന 2 റോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് 1 0 മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്ന ഇതിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഡിറ്റർമിനന്റ് -1 1 0 -2, ആൻഡ് ദെൻ വൈഡ് എഴുതുമ്പോൾ സെക്കൻഡ് കോളം കളയണം, ബാക്കി വരുന്ന ഡിറ്റർമിനന്റ്. അപ്പോൾ നമുക്ക് കിട്ടും ഡിറ്റർമിനന്റ് 1 1 0 -2 എന്ന് കിട്ടും, ആൻഡ് z ബൈ തേർഡ് കോളം കളയണം, ബാക്കി വരുന്ന ഈ ഡിറ്റർമിനന്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 1 -1 0 0 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കഴിയുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -y ബൈ -2 which is equal to z by 0 ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആവും, ആൻഡ് വി ക്യാൻ ഡിവൈഡ് ഓൾ ദീസ് ബൈ 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ബൈ 1 is equal to you just divide all these by 2. അപ്പോൾ എക്സ് ബൈ 1 is equal to y by 1 is equal to z by 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും the eigen vectors എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വെക്ടർ അല്ല. ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 1 1 0 എന്ന് പറയുന്ന വെക്ടറിന്റെ എല്ലാ ലീനിയർ മൾട്ടിപ്പിൾസും ആണ് ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയാം. a times 1 1. അപ്പോൾ അതിന്റെ ബേസിസ്, ആ ഐഗൺ വെക്ടറിന്റെ ബേസിസ് അല്ലെങ്കിൽ ആ വെക്ടർ എല്ലാം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് മാത്രം മതി? ഈ 1 1 0 എന്ന് പറയുന്നത് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബേസിസ് ആണെന്ന് പറയും. സോ ഐഗൺ വെക്ടർ ബേസിസ് നമ്മൾ x1 എന്ന് വിളിക്കാം, is called is 1 1 0, and this is the eigenvector basis corresponds to the eigenvalue lambda is equal to 3. അപ്പോൾ ലാംഡയ്ക്ക് 3 ആയിട്ടുള്ള eigenvector basis നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ ലാംഡയ്ക്ക് 1 ലാംഡ is equal to 1 ആകുമ്പോൾ കേസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ when lambda is equal to 1 ആകുമ്പോൾ വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് a minus lambda I അല്ലെങ്കിൽ a minus I എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. സോ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, 2 minus 1 1 1 1 2 minus 1 1 and 0 0 1 minus 1 is equal to 1 1 1 1 1 1 0 0 0 ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ നമുക്ക് വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഏതെങ്കിലും 2 റോ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന റോ എന്ന് പറയുന്നത്, let me call this as R1 R2 and R3. So take R2 and R3. Okay, so 1 1 1 0 0 0. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് x by equal to minus y by is equal to z by ഈ വാല്യൂസ് എഴുതുമ്പോൾ ഈ എക്സിന്റെ ഫസ്റ്റ് കോളം കളഞ്ഞിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ്. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഇത് രണ്ടും 0 ആയതുകൊണ്ട് 0 minus 0 എന്ന് നമുക്ക് കിട്ടും. ഇത് 0 ആയിരിക്കും. ഇതുപോലെ തന്നെ സെക്കൻഡ് കേസും സെക്കൻഡ് കോളം കളഞ്ഞാലും 1 times 0 0 minus 0 എന്ന് അപ്പോഴും കിട്ടും.
ഇസഡ് ബൈ അവിടെയും നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു 3ഉം 0 വരുന്ന കേസുകൾ നമുക്ക് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാൻ പാടില്ല, അതാണ് അതിന്റെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല ഇൻ ദ സെൻസ്, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിന്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഓൾറൈറ്റ്, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ R2ഉം R3ഉം എടുക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും രണ്ട് റോ എടുക്കുക. അപ്പോൾ പിന്നെയുള്ള നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് R1 R2 എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് R1ഉം R2 ആണെങ്കിൽ R1 R2 ചൂസ് ചെയ്യുക. R1 എന്ന് പറയുന്നത് 1 1 1 1 1 1 എന്ന് കിട്ടും. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും എക്സ് ബൈ ഈ ഫസ്റ്റ് കോളം കഴിഞ്ഞാൽ നമുക്ക് 1 ടൈംസ് 1 1 മൈനസ് 1 0 എന്ന് തന്നെ കിട്ടും. അതുപോലെ മൈനസ് വൈ ബൈ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്താൽ അപ്പോഴും നമുക്ക് 0 കിട്ടും. ഇസഡ് ഡിലീറ്റ് ചെയ്താൽ അപ്പോഴും നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെയും മുമ്പേ പറഞ്ഞ അതേ പ്രശ്നമാണ്. ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ചോയ്സാണ് എടുത്തത്. R2 R3 എടുത്തു, R1 R2 എടുത്തു. ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്, R1 R3 എടുക്കാം. ഈ R1 R3 എടുത്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആസ് R2 ആൻഡ് R3, റൈറ്റ്? R1 R3 എടുത്താലും നിങ്ങൾക്ക് ഇതേ സംഭവം തന്നെയാണ് കിട്ടാൻ പോവുക. ഓക്കെ, അപ്പോൾ R1 R3 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്നത് എക്സ് ബൈ 0 മൈനസ് വൈ ബൈ 0 ഇസഡ് ബൈ 0 എന്ന് തന്നെയാണ്. അപ്പോൾ ഇതും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും രണ്ട് റോസ് എടുത്തിട്ട് നമ്മൾ ഈ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന പരിപാടി ഈ പ്രോബ്ലത്തിൽ നടക്കില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 3 റോസിൽ ആക്ച്വലി ഒരു റോ മാത്രമേ ഉള്ളൂ, അതിന്റെ എല്ലാം ലീനിയർ മൾട്ടിപ്പിൾസ് ആയിരിക്കും ബാക്കി വരുന്ന റോസ് എന്ന് പറയാം. ഇത് ഓൾറെഡി 0 ആണ്. ഈ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് ആക്ച്വലി ഫസ്റ്റ് റോ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ സബ്ട്രാക്ട് കഴിഞ്ഞാൽ ആക്ച്വലി യു വിൽ ഗെറ്റ് എ റാങ്ക് 1 മെട്രിക്സ്. ഒറ്റ റാങ്ക് 1 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഈ ഏതെങ്കിലും ഒരു നോൺ സീറോ റോ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് നോൺ സീറോ റോ. choose any non-zero row. Okay, choose any non-zero row. Okay, and here ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് 1 1 ആണ്. Okay, so in this problem let it be R1. ഫസ്റ്റ് റോ ചൂസ് ചെയ്യുക 1 1 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തിരിച്ച് നമ്മൾ അതിന്റെ സൊല്യൂഷൻ എഴുതണം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതി നോക്കാം. അതായത് 1 ടൈംസ് എക്സ് പ്ലസ് 1 ടൈംസ് വൈ പ്ലസ് 1 ടൈംസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ എഴുതാം. 1 ടൈംസ് എക്സ് പ്ലസ് 1 ടൈംസ് വൈ പ്ലസ് 1 ടൈംസ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇവിടെ ഇപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ റാങ്ക് 1 എന്നാണ് നമ്മൾ പറയുന്നത്. റാങ്ക് 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയുണ്ട്? റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്, ബട്ട് നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ n മൈനസ് ആർ എന്ന് പറയുന്നത് 3 മൈനസ് 1 ഈക്വൽ ടു 2 ആണ്. ഒറ്റ റോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ റാങ്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് n മൈനസ് ആർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് രണ്ട് വേരിയബിളിന് ആർബിട്രറി കോൺസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഏതെങ്കിലും രണ്ട് വേരിയബിളിന് ആർബിട്രറി കോൺസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് ആർബിട്രറി കോൺസ്റ്റൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ സിസ്റ്റം സോൾവ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സോ ലെറ്റ് y is equal to a and z equal to b. രണ്ടെണ്ണത്തിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ ഈ രണ്ടെണ്ണം കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ എക്സ് വൈ സെഡ് 3 ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ആർബിട്രറി ആയിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ വൈക്ക് എന്നും കൊടുത്തു, ഇസഡിന് ബി എന്നും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. So what is going to be x? X is equal to minus y minus z ആണ്. അതായത് മൈനസ് എ മൈനസ് ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ x is equal to solution will always be something like xyz എന്നാണ് നമ്മൾ എഴുതുക. xyz എന്നാണ് സൊല്യൂഷൻ എഴുതുക. അപ്പോൾ x എന്ന് പറയുന്നത് ഇപ്പോൾ മൈനസ് വൈ, x എന്ന് പറയുന്നത് മൈനസ് എ മൈനസ് ബി ആണ്, y എന്ന് പറയുന്നത് a ആണ്, z എന്ന് പറയുന്നത് b ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് മൈനസ് എ മൈനസ് ബി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഒരു എ ഉണ്ട്, ബി ഇല്ല, അപ്പോൾ അതിന് 0 ബി എന്ന് എഴുതാം. ഇവിടെ എനിക്ക് ബി ആണ് ഉള്ളത് പക്ഷേ എ ഇല്ല, അതുകൊണ്ട് 0 എ എന്ന് എഴുതാം.
ഓക്കെ, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എഴുതാം. എന്നിട്ട് ഇവിടുന്ന് എയുടെയും ബിയുടെയും എയും ബി ഔട്ട് സൈഡ് എടുക്കുക. സോ എ ടൈംസ് -1 1 0 എന്നും ബി ടൈംസ് ബി ഔട്ട് സൈഡ് എടുക്കുമ്പോൾ -1 0 1 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് കോളത്തിൽ നിന്നും ഇതിൽ നിന്നും എ ഔട്ട് സൈഡ് എടുക്കുക, അപ്പോൾ -1 1 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ബി ഔട്ട് സൈഡ് എടുക്കുക, അപ്പോൾ -1 0 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഈ വെക്ടേഴ്സ് ആണ് അപ്പോൾ ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ ലീനിയർ മൾട്ടിപ്പിൾസ് മാത്രമല്ല, രണ്ട് ഡിഫറെന്റ് വെക്ടേഴ്സ് ഉണ്ട്. -1 1 0 എന്ന് പറയുന്ന വെക്ടർ, -1 0 എന്ന് പറയുന്ന രണ്ട് വെക്ടർ. ഇതിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഐഗൺ വെക്ടേഴ്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഐഗൺ വെക്ടേഴ്സ് നമ്മൾ ജനറലി നമ്മൾ ഇങ്ങനെ എഴുതാം: ഐഗൺ വെക്ടേഴ്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ a times -1 1 0 പ്ലസ് b times -1 0 1. ഇങ്ങനെ എഴുതാൻ പറ്റും. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ഓൾറൈറ്റ്, ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ വെക്ടറിന്റെ അല്ല, പകരം ഈ രണ്ട് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഐഗൺ വെക്ടർ ബേസിസ് എന്ന് പറയുന്ന ഈ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് എഴുതാം. ഒരെണ്ണം അല്ല, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ x2 എന്ന് പറയുന്നത് -1 1 0 എന്നും അതുപോലെ x3 എന്ന് പറയുന്നത് -1 0 1 എന്നും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഐഗൺ വാല്യൂസ് അതുപോലെ ഐഗൺ വെക്ടേഴ്സ്, ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്. ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡ അല്ലെ, ലാംഡയുടെ വാല്യൂ ഒരെണ്ണം 3 ആയിട്ടുണ്ട്. അപ്പോൾ ഐഗൺ വാല്യൂസ് 3 ആയിട്ട് വന്നപ്പോൾ നമുക്കൊരു ഐഗൺ വെക്ടർ കിട്ടിയിരുന്നു. അത് 1 1 0 ആണ്. 1 1 0 ആണ്. ഓക്കെ, അതിനെ നമ്മൾ x1 എന്നാണ് വിളിച്ചത്. x1 ഈക്വൽ ടു 1 1 0 എന്ന് കിട്ടും. ഇനി ഐഗൺ വാല്യൂസ് 1 ആയപ്പോൾ ആക്ച്വലി നമുക്ക് രണ്ട് ഐഗൺ വെക്ടേഴ്സ് കിട്ടി, രണ്ട് ഐഗൺ വെക്ടർ ബേസിസ് കിട്ടി. ഒരെണ്ണം x2 എന്ന് പറയുന്നത് -1 1 0യും അടുത്തത് x3 എന്ന് പറയുന്നത് -1 0 1 കിട്ടി. ഓക്കെ, അപ്പോൾ 1 റിപ്പീറ്റഡ് ആണ്. ആക്ച്വലി 1 രണ്ട് പ്രാവശ്യം ഉണ്ട്, 1 രണ്ട് പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഐഗൺ വെക്ടേഴ്സും കിട്ടി. ഇതിങ്ങനെ എല്ലായ്പ്പോഴും ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ രണ്ട് റിപ്പീറ്റേഷൻ വന്നാൽ രണ്ടെണ്ണം ഇവിടെ നമുക്ക് കിട്ടാം, പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ കൺക്ലൂഷൻ. ഓക്കെ, and this one is the third question, and it's again a 3x3 matrix, and you can see that this one is an upper triangular matrix. Okay, so finding the characteristic equation and eigenvalues are so easy. Actually here we are not supposed to find the characteristic equation actually, because even without that we can find the eigenvalues, right? Like ഇതിപ്പോൾ eigenvalues നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ആയതുകൊണ്ട് ഇതിന്റെ ഡയഗണൽ എൻട്രീസ് തന്നെ എന്തായിട്ട് വരും, നമ്മൾ റിസൾട്ട് ആയിട്ട് കണ്ടതാണ്, അതിന്റെ ഐഗൺ വാല്യൂസ് ആയിട്ട് വരും. ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 1 2 and 2 ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി ഐഗൺ വാല്യൂസ്, വി കോൾ ഇറ്റ് ആസ് ലാംഡ. നമുക്ക് ഇതിന്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ അത് പോസിബിൾ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് it's like 1 minus lambda times 2 minus lambda times 2 minus lambda is equal to 0. ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ടൈംസ് ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ടൈംസ് ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ആണ്, ഡയറക്റ്റ് നമുക്ക് ഐഗൺ വാല്യൂസ് 1 2 2 ആയിരുന്നു. ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് then ലാംഡ is equal to 1, ലാംഡ is equal to 1 ആകുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ a മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് a മൈനസ് ഐ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. സോ ഇറ്റ്സ് 1 minus 1 1 1 0 2 minus 1 1 0 0 2 minus 1. മെട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 1 1 0 1 1 0 0 1 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ മുമ്പ് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം വി ടേക്ക് ദി ലാസ്റ്റ് ടു റോസ് R2 and R3. ഓക്കെ, R2 എന്ന് പറയുന്നത് 0 1 1 ആണ്, ഇത് 0 0 1 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം: എക്സ് ബൈ ഫസ്റ്റ് റോ കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനന്റ് 1 ഈക്വൽ ടു മൈനസ് y ബൈ സെക്കൻഡ് കോളം കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനന്റ് 0 കിട്ടും.
is equal to z by third ഇത് ഈ കോളം കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനന്റ്, ഇത് കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനന്റ് 0 മൈനസ് 0, അത് നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ എല്ലാം 0 ആണെങ്കിലേ പ്രശ്നമുള്ളൂ. ഒരെണ്ണമെങ്കിലും 0 അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ എക്സിന്റെ ഇത് 0 അല്ല, ഇത് 1 ആണല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഐഗൺ വെക്ടർ നമുക്ക് നേരിട്ട് എഴുതാം. സോ ഐഗൺ വെക്ടേഴ്സ് ആർ, അപ്പോൾ ഐഗൺ വെക്ടർ ഒരെണ്ണമല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു സെറ്റായിട്ട് എഴുതാൻ പറ്റും. ഇറ്റ്സ് എ സെറ്റ് 1 0 0യുടെ ലീനിയർ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും വരാം. Okay, and therefore we call the eigenvector basis as x1 and that is 1 0 0. ഇതാണ് eigenvector basis എന്ന് പറയാം. ഓക്കെ, ഇതാണ് eigenvectors a times 1 0 0. ഇനിയിപ്പോൾ അടുത്ത ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ when lambda is equal to 2, അപ്പോൾ നമ്മൾ a minus 2i എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതാം. a minus 2i എന്ന് പറയുന്നത് മെട്രിക്സിന്റെ ഡയഗണൽ ഇൻഡെക്സിൽ 2 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 1 minus 2 minus 1 1 1 0 0 1 0 0 0 ഇങ്ങനെയാണ് കിട്ടുക. 0 0 0 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും 2 റോ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ അവസാനത്തെ 2 റോ ആണ് എടുക്കുന്നതെങ്കിൽ ഒരു റോ ഫുള്ള് 0 ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തായാലും 0 ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ലാസ്റ്റത്തെ റോ നമ്മൾ ഒഴിവാക്കിയിട്ട് R1ഉം R2ഉം എടുക്കുക. ഓക്കെ, കൺസിഡർ R1 ആൻഡ് R2. R1 എന്ന് പറയുന്നത് -1 1 1 then 0 0 1 ഇതെടുക്കുക. എന്നിട്ട് x ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോളം കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനന്റ് 1 എന്ന് കിട്ടും. ആൻഡ് -y ഡിവൈഡഡ് ബൈ സെക്കൻഡ് കോളം കഴിയുമ്പോൾ 1 ടൈംസ് -1 എന്ന് കിട്ടും. ആൻഡ് z ബൈ 0 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ വെക്ടർ എഴുതുമ്പോൾ മൈനസ് മൈനസും ക്യാൻസൽ ആയി പോകും, മൈനസ് മൈനസ് പ്ലസ് ആവും. 1 1 0 എന്നാണ് കിട്ടുക. 1 1 0. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് eigenvectors are set of all a times 1 1 0 എന്നാണ് കിട്ടുക. 1 1 0. അതുകൊണ്ട് അതിനെ ഈ 1 1 0യെ നമുക്ക് ഐഗൺ വെക്ടർ ബേസിസ് എന്ന് വിളിക്കാം. അതിനെ നമ്മൾ 1 1 0 എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് ഐഗൺ വെക്ടർ ബേസിസ് x2 1 1 0. പക്ഷെ ഇവിടെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ നമുക്ക് ആക്ച്വലി നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 എന്ന് പറയുന്ന റിപ്പീറ്റഡ് ഐഗൺ വാല്യൂ ആണ്. റിപ്പീറ്റ്സ് ട്വൈസ്, റൈറ്റ്? 2 2. അപ്പോൾ ഇത് റെപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു വെക്ടർ കിട്ടിയുള്ളൂ. പക്ഷെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നില്ല. റെപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ 2 ഡിഫറെന്റ് വെക്ടേഴ്സ് കിട്ടിയിരുന്നു, x2 and x3. But here we got only one vector x2 and that is 1 1 0. And let's conclude this one. So the eigenvalues lambda are, we got 2 eigenvalues. One is 1, the other one is 2. 2 repeated ആണ്. And eigenvector basis actually, not eigenvectors but eigenvector basis. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigenvector basis എന്ന് പറയുന്നത് 1 0 0 ആയിരുന്നു. അതുപോലെ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigenvector basis എന്ന് പറയുന്നത് ഒരെണ്ണേ കിട്ടിയുള്ളൂ, 1 1 0 ആയിരുന്നു. രണ്ടെണ്ണം ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ 2 ഒരു റിപ്പീറ്റഡ് ഐഗൺ വാല്യൂ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. പിന്നെ വേറൊരു കേസ് ഉള്ളതെന്ന് വെച്ചാൽ കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് അത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ നമ്മുടെ സിലബസിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ വി കൺസിഡർ ഓൺലി ദോസ് മെട്രിസസ് ഹാവിങ് റിയൽ ഐഗൺ വാല്യൂസ്. ഓക്കെ, ആൻഡ് ഹൗ ടു ഫൈൻഡ് ദീസ് ഐഗൺ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോബ്ലം വളരെ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോബ്ലം വളരെ ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം you just go through these 3 questions also, 10 11 and 12. These questions are there in the tutorial sheet which is already uploaded. Okay, try doing these questions also as homework, right? So with this I think we can wind up the session.